ഹായ് ഫ്രണ്ട്സ്, PSC വിസ്റ്റത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി. വിശാഖപട്ടണമാണ് ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം. തമിഴ്നാടാണ് 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം. ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. മൻസുഖ് മാണ്ഡവ്യയാണ് ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. കുവൈറ്റ് ദിനാറാണ് ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. 2024 ജനുവരിയിൽ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തതെവിടെ? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് 2024 ജനുവരിയിൽ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തത്. രാജ്യം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്നത്. തിരുവനന്തപുരമാണ് രാജ്യം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്നത്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസർ. കൈരളിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസർ. കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുത്തത്. M മെഹബൂബാണ് കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി. ഏകാരോഗ്യ പദ്ധതിയാണ് മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി. സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ്. NH66 ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ്. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം. ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം. തെരുവു നായകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ. ജസ്റ്റിസ് S സിരിജഗൻ കമ്മീഷനാണ് തെരുവു നായകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക്. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച പദ്ധതി. സേഫ് റോഡ് പദ്ധതിയാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച പദ്ധതി. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം. കേരള കലാമണ്ഡലമാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ. ടാറ്റ ഗ്രൂപ്പാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ. 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം.
പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രമാണ് 2024 ജനുവരിയിൽ 11 പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം. തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ആലങ്കോട് ലീലാകൃഷ്ണനാണ് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി. നാസയാണ് ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി. ദേശീയ കയ്യെഴുത്തു ദിനം. ജനുവരി 23 ദേശീയ കയ്യെഴുത്തു ദിനം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.